ഉൾഭാഗത്ത് കാണാം, ഉൾഭാഗത്ത് ഫ്ലോറിംഗ് ഒക്കെ കാണാം. ഫ്ലോറിംഗ് നോക്കി ഇത് കണ്ട ആരാ പറയുക വണ്ടർക്കട്ടിനാണെന്നൊക്കെ. ഇത് കണ്ട ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ വണ്ടർക്കട്ടി മാർബിൾ ഇനിയും തിരഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് വിരിക്കുമ്പം നല്ല പ്രീമിയം ലെവലിൽ വിരിക്കുക. അങ്ങനെ പ്രീമിയം ലെവലിൽ വണ്ടർക്കട്ടി മാർബിൾ വിരിച്ച ഒരു സൈറ്റാണിത്. അപ്പോൾ ഈ സൈറ്റിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്കിൽ നിങ്ങൾ വണ്ടർക്കട്ടി മാർബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വണ്ടർക്കട്ടി മാർബിൾ വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ 2000 സ്ക്വയർ ഫീറ്റ് 2000 പുറമുള്ള ഒരു സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ ഫ്ലോറിംഗ് വർക്കിലാണ് ഇവിടെ വണ്ടർക്കട്ടി ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. എപ്പോഴും മാർബിൾ വർക്ക് ചെയ്യുമ്പോഴേ പ്ലെയിൻ വർക്ക് ചെയ്യുക, അത് മനസ്സിലാക്കുക. അതായത് പ്രീമിയം വർക്ക് ചെയ്യുമ്പോൾ പ്ലെയിൻ വർക്കാണ് ഏറ്റവും ബെസ്റ്റ്. കാണാൻ ഏത് കാലത്തും എക്സി വർക്കായിരിക്കും. ഇവിടെ നോക്കിയേ, ഫ്രണ്ട് സ്റ്റെപ്പ് നോക്കിയേ, ഇതൊക്കെ കണ്ടില്ലേ, ഡിസൈൻ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ. റൈസറൊക്കെ നോക്കി ഏകദേശം ഒരു 5 ഇഞ്ച് 5.5 ഇഞ്ച് മാത്രം റൈസറൊക്കെ ഉള്ളൂ. നമുക്ക് ചവിട്ടി കയറുമ്പോൾ എന്താണ് കാലിലുള്ള ബുദ്ധിമുട്ടൊന്നും ഭാവിയിലേക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ. അതും സിമ്പിളാക്കിയിട്ട് കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ഇവിടെ ടോപ്പ് റൈസർ വണ്ടർക്കട്ടി മാർബിൾ തന്നെ, ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ചെയ്തത്. വീടിൻ്റെ ഫ്ലോർ എല്ലാം വണ്ടർക്കട്ടി മാർബിൾ ആയിട്ടാണ്. അത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കി, ഇതൊരു ജോലി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അത് നോക്കിയിട്ട് ആദ്യം ക്യാമറ നോക്കിയേ, ശരിക്കും ക്യാമറ നോക്കിയേ. ഓക്കെ, ഈ ഒരു ജോയിന്റ് ശരിക്കും നോക്കിയേ. നിങ്ങൾക്ക് ഇവിടെ ജോയിന്റ് കാണാൻ കഴിയുന്നത് 4 ഷീറ്റ് വിരിച്ചതാണ്. അതായത് 4 മാർബിൾ ഫിറ്റ് ചെയ്താണ് ഈ ഒരു സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ സിറ്റ് ഔട്ട് 4 മാർബിൾ ഒരു ജോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതാണ് പ്രീമിയം വർക്ക് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്. ഇതിന്റെ ജോയിന്റ് ഒക്കെ കറക്റ്റ് ഈ ഒരു മാർബിളിന്റെ പിഗ്മെന്റ് ഒക്കെ ഉപയോഗിച്ച് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ജോയിന്റ് ഒന്ന് പെട്ടെന്ന് എടുത്ത് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിന്റെ പോളിഷ് നോക്കിയേ, ഇതൊക്കെ കാരണം ഇറ്റാലിയൻ മാർബിൾ പോളിഷ് ചെയ്യണത് അതേ കല്ല് ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്താണ് ഈ ഒരു മാർബിൾ അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു മാർബിൾ എടുത്ത് ഫിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് വണ്ടർക്കട്ടി നല്ല ഹാർഡ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് സിറ്റ് ഔട്ട് ഇതാണ്. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കറണ്ട് പോയി, അപ്പോൾ കറണ്ട് വന്നിട്ട് ബാക്കി എടുക്കാൻ നമുക്ക്. അപ്പോഴേ കറണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗത്ത് കാണാം, ഉൾഭാഗത്ത് ഫ്ലോറിംഗ് ഒക്കെ കാണാം. ഫ്ലോറിംഗ് നോക്കി ഇത് കണ്ട ആരാ പറയുക വണ്ടർക്കട്ടിനാണെന്നൊക്കെ. ഇത് കണ്ട ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുള്ളൂ. കാരണം അങ്ങനെയാണ് ഈ ഒരു വണ്ടർക്കട്ടിൻ്റെ ഡിസൈനും. ഇത് വിരിച്ച് പോളിഷ് എല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗ്ലേസിങ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. സംഭവം നോക്കി എങ്ങനെയുണ്ട്, കണ്ണാടി പോലെ വെട്ടി തിളങ്ങുന്ന സംഭവം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണും, നേരെ ഒന്ന് കാണും, ഒരുപാട് ഡിഫറെൻ്റ് ആവട്ടെ. നേരെ ഒന്ന് കണ്ടാൽ നിങ്ങൾ തന്നെ വിചാരിക്കും എന്താ സംഭവം എന്ന്. കാരണം അത്രയും കണ്ണാടി പോലെ വെട്ടി തിളങ്ങും. ഇത് ജോയിൻറ്റ് നോക്കിട്ടോ. ഇവിടെ നോക്കി, ഇത് വലിയൊരു ഡൈനിങ് ഹാളാണ്. ഒരു ഡൈനിങ് ഹാൾ നോക്കി, ഇവിടെ ലിവിംഗ് ഒക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എവിടെയും ജോയിൻറ്റ് ശരിക്കും കാണാൻ കഴിയുന്നത് നോക്കി. അതാണ് ഒരു പ്രീമിയം വർക്ക് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വർക്ക് ചെയ്ത വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. കാരണം മുന്നേ ഒരു വണ്ടർക്കട്ടി മാർബിൾ വിരിച്ച ഒരു പ്രീമിയം ലെവലിലേക്ക് വിരിച്ച ഒരു വർക്കിൽ വീഡിയോ ചെയ്തിരുന്നല്ലോ. ആ വർക്കും ചെയ്തത് ഇദ്ദേഹം തന്നെയാണ്. ആ വീഡിയോ കണ്ടിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഇദ്ദേഹത്തിന് കിട്ടിയതും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ നിയാസ് എന്നാണ്. അപ്പോൾ നിയാസോ, അപ്പോൾ വർക്ക് സത്യം പറയാമല്ലോ, ഒന്നും പറയാനില്ല, അത്രയും അടിപൊളി. ഇത് കാണുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയില്ല. അപ്പോൾ ഈ വർക്കിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഈ വർക്ക് സാധാ ഒരു ലെവലിലേക്ക് ചെയ്ത വർക്കല്ല എന്നൊക്കെ അറിയാം, കാണുമ്പോൾ തന്നെ അത്രമാത്രം പറയുകയാണെങ്കിൽ വണ്ടർക്കട്ടിനെയാണ്. സെയിം ഇറ്റാലിയൻ പാറ്റേണിൽ വരുന്ന വണ്ടർക്കട്ടിനെയാണ്. വേണമെങ്കിൽ ഇറ്റാലിയൻ എന്നൊക്കെ പറയാം. ആരാത്തവർക്ക് ഇറ്റാലിയൻ എന്ന് പറഞ്ഞാലും വിശ്വസിക്കൂ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഇറ്റാലിയൻ മാർബിളിൽ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്തിട്ടാണ് ഈ ഇന്ത്യൻ മാർബിളിൽ നമ്മൾ ചെയ്തത്. അതിന്റെ റിസൾട്ട് കാണാനുണ്ട്. അത്ര കണ്ടല്ല വർക്ക്. എന്താ പറയാ, വർക്കിനെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞേക്കാണെന്നല്ലേ. തീർച്ചയായിട്ടും അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം സംഭവം. അപ്പോൾ ഇറ്റാലിയൻ മാർബിൾ വിരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വണ്ടർക്കട്ടി മാർബിൾ വിരിച്ചാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചാർജൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. പക്ഷെ ഒരുപാട് പേര് ഇപ്പോഴെന്താണ് നല്ല വില കൊടുത്ത് മാർബിൾ വാങ്ങിയിട്ടെന്താണ് ലോക്കൽ റേറ്റിന് വർക്ക് കൊടുക്കും. അപ്പോൾ എന്താണ് ഈ ഒരു പ്രൊഫഷൻ കിട്ടില്ല. നിങ്ങൾ നല്ല ക്യാഷ് കൊടുത്ത് മാർബിൾ വാങ്ങിക്കിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഫീലിംഗ്, ആ ഒരു മാർബിളിന് അതേ ക്വാളിറ്റി നിങ്ങൾക്ക് വിരിച്ച് കഴിയുമ്പോൾ കിട്ടണമെങ്കിൽ അത് നല്ല ലെവലിലേക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ അതേപോലെ ചെയ്തൊരു വർക്കാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായൊരു സംഭവം. അപ്പം ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിക്കണം, മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കി കാണാനെല്ലാം കാണിച്ചു തരാം. സ്റ്റെയറൊക്കെ നോക്കി നല്ലൊരു എക്സി വർക്കാണ്. ഡിസൈൻ ചെയ്തിട്ടില്ല. അത് ഡിസൈൻ ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചല്ലോ, അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ മാർബിളൊന്നും ഡിസൈൻ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിൽ നോക്കി ഡിസൈൻ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടോപ്പൊക്കെ ഡബിൾ ഒട്ടിച്ച് റേസർ അതേ സെയിം മാർബിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് സൈഡ് സ്കാറ്റിങ് നോക്കി. അതിലൊന്നും ഓവർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. അതാണ്
ഇത്രമാത്രം ഭംഗി കാണാൻ. കാരണം എപ്പോഴും പ്ലെയിൻ വർക്കാണ്, എപ്പോഴും ഏത് കാലത്തും സത്യം പറഞ്ഞാൽ കാണും നമുക്ക് നല്ലൊരു ഭംഗി തോന്നുള്ളൂ. ഇതുമ്പോൾ ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണുമ്പോൾ അത് ബോറായിട്ട് തോന്നും. അപ്പോൾ എപ്പോഴും നല്ലതെന്നാണ് പ്ലെയിൻ വർക്ക് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഇത് ഡൈനിങ് ഹാള്, ഇവിടെ റൂമുണ്ട്, ഇവിടെ ലിവിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, കിച്ചണിലൊക്കെ വണ്ടക്കട്ടിയാണ് ചെയ്ത് കണ്ടില്ലേ. പിന്നെ ഇവിടെ കിച്ചൺ റാക്കൊക്കെ ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് ഗ്രാനൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇനി വണ്ടർക്കട്ടിനിയുടെ മാർബിളിൻ്റെ വർക്ക്, വണ്ടർക്കട്ടിനില്ല ഏതോ മാർബിൾ വർക്കാണെങ്കിലും പ്രീമിയം ലെവലിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കി നിങ്ങൾക്ക് വിളിക്കാം, താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മുന്നത്തെ വീഡിയോ ഞാൻ അതേപോലെ ചെയ്ത സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു വർക്കും കിട്ടിയത്. ഇത് ഈ വർക്കിൽ ഒരുപാട് വർക്ക് കിട്ടിയിട്ടുണ്ട്, വേറെ കാര്യമാണ്. കാരണം ആ വീഡിയോ കണ്ട ആരും പറയും, ആരും വിളിച്ചു പോകും, പറയുന്നല്ല ആരും വിളിച്ചു പോകും. അവിടെ നിന്ന് വന്ന് നോക്കി. അപ്പോൾ